നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പഠിച്ചു. അങ്ങനെ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂസസ് ആണ്. അതിലെന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം സേഫ്റ്റി ഫ്യൂസ് എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ് എന്നൊക്കെയാണ്, എന്തുകൊണ്ടാണ് ആ ഫ്യൂസിനെ സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ്? ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ജൂൾസ് ലോയിനെ ആസ്പദമാക്കിയൊക്കെയാണ് സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇനിയാണ് സേഫ്റ്റി ഫ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അതിലൊരു ചെറിയ വയർ ഉണ്ടാവും. അപ്പം ഈ സേഫ്റ്റി ഫ്യൂസിൻ്റെ വയറിന് ഒരു പ്രത്യേകതയുണ്ട്. ആ വയർ ഉണ്ടാക്കിയിരിക്കുന്ന അലോയ്സിനെ കൊണ്ടാണ്. അലോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മിക്സ്ചർ ഓഫ് മെറ്റൽസ് ആണ്. അപ്പം നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് മെറ്റലുകളൊന്നും ഉപയോഗിക്കാതെ അലോയ് ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂസ് വയറിൽ? അതാണ് ടിൻ ആൻഡ് ലെഡിൻ്റെ അലോയ് ആണ് ഫ്യൂസ് വയറിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടായിരിക്കാം മെറ്റൽസ് യൂസ് ചെയ്യാതെ ഒരു അലോയ് ഉപയോഗിക്കുന്നത്? അലോയ് ഉപയോഗിക്കാൻ കാരണം അതിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. മറ്റുള്ള മെറ്റൽസിനെ കമ്പയർ ചെയ്ത് അലോയ്സിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഫ്യൂസിൽ ഉപയോഗിക്കുന്നത് ടിൻ ആൻഡ് ലെഡിൻ്റെ അലോയ് ആണ്. നമ്മൾ ഓർത്തിരിക്കണം. ഇനി അലോയ്സിൻ്റെ പ്രത്യേകതയാണ് ലോ മെൽറ്റിംഗ് പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു അലോയി ഫ്യൂസിൽ ഉപയോഗിച്ചാൽ എന്തായിരിക്കും കാര്യം? അത് നമുക്ക് ഇപ്പം ചിന്തിച്ചാൽ നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടും ജൂൾസ് ലോ ഒക്കെ പഠിച്ച സ്ഥിതിക്ക് ഇപ്പം ലോ മെൽറ്റിംഗ് പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് ഉടനെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് അതിലൂടെ പോയി നോക്കാം. ഇനി ഈ സേഫ്റ്റി ഫ്യൂസ് ഒരു സർക്യൂട്ടിൽ എങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിരിക്കുക? നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കണക്ഷൻ പഠിച്ചു, പാരലൽ കണക്ഷനും സീരീസ് കണക്ഷനും. ഇവ രണ്ടിൽ ഏത് കണക്ഷനിലായിരിക്കും ഒരു സേഫ്റ്റി ഫ്യൂസ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക? അതെ, സേഫ്റ്റി ഫ്യൂസ് സീരീസ് കണക്ഷനിലാണ് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി സേഫ്റ്റി ഫ്യൂസ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി ഇതുകൊണ്ട് എന്താണ് ഉപയോഗം, അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ എന്താ സംഭവിക്കുക? പെട്ടെന്ന് കറണ്ട് വളരെയധികം കൂടും. ആ സമയത്ത് നമ്മുടെ ഇലക്ട്രിക് അപ്ലയൻസസ് ഒക്കെ കത്തിപ്പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊരു സംരക്ഷണം എന്ന രീതിയിലാണ് സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പം സേഫ്റ്റി ഫ്യൂസിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹൈ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന സിറ്റുവേഷൻ, ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ, നമ്മുടെ മൊത്തം സർക്യൂട്ടിന് താങ്ങാവുന്നതിൽ കൂടുതൽ പവറുള്ള അപ്ലയൻസസ് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓവർലോഡിങ്ങോ ഒക്കെ സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഫ്യൂസ് വയറിന് ഒരു ഫ്യൂസ് വയർ ചെറുതാണെങ്കിലും അതിന് വലിയൊരു റോളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് വയറിന് എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഉള്ളത്. അപ്പോൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് അനുസരിച്ച് ഹീറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. അപ്പോൾ കറണ്ട് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ചൂട് കൂടും. ചൂട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ലോ മെൽറ്റിംഗ് പോയിന്റിലുള്ള ഈ ഫ്യൂസിൽ ഉപയോഗിച്ചിരിക്കുന്ന അലോയ് എന്ത് ചെയ്യും? അത് മെൽറ്റ് ചെയ്ത് പോകും. മെൽറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ടിന് കണക്ഷൻ കട്ടാവും. അപ്പം നമ്മുടെ അപ്ലയൻസസ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആവും. കൂടുതൽ കറണ്ട് സർക്യൂട്ടിൽ വരുമ്പോൾ ഫ്യൂസിൽ യൂസ് ചെയ്തിരിക്കുന്ന അലോയ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂസ് വയർ എന്ന് പറയുന്നത് മെൽറ്റ് ചെയ്യുന്നു, സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ അപ്ലയൻസസ് ഒക്കെ കൂടുതൽ കറണ്ട് വന്ന് കത്തിപ്പോകുന്നതിൽ നിന്ന് അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പം ഇതാണ് ഫ്യൂസ് വയറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഒരു ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്ലയൻസസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്? സേഫ്റ്റി ഫ്യൂസ് ആണ്. സേഫ്റ്റി ഫ്യൂസ് സീരീസ് ആയിട്ടായിരിക്കും ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ സേഫ്റ്റി ഫ്യൂസിൽ ഫ്യൂസ് വയർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫ്യൂസ് വയർ അലോയ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അലോയ് യൂസ് ചെയ്യുന്നത്? മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവായതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്.
അതുപോലെ ഹൈ ഇലക്ട്രിക് കറണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്, ഓവർ ലോഡിങ് എന്നിവയൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഫ്യൂസ് വയർ, ലോ മെൽറ്റിംഗ് പോയിട്ടുള്ള ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യുന്നു. അപ്പം കറണ്ടിൻ്റെ ഫ്ലോ അവിടെ ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ അപ്ലയൻസസ് എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇലക്ട്രിക് പവർ എന്നാണ്. ഇലക്ട്രിക് പവർ എന്താണ്? ചെറുതായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞു വന്ന ടോപ്പിക്കിലൂടെ പവർ എന്താണെന്ന് പറഞ്ഞു വന്നിരുന്നു. ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂം പെർ യൂണിറ്റ് ടൈം ആണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂം, അതായത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. പവർ എന്താണ്? വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂം പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് ഓഫ് പവർ എന്താണ്? വാട്ട്. ഇത് ഓർത്തിരിക്കണം. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ്. ഇനി നമുക്കറിയാം പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ആണ്. അപ്പം നമ്മൾ പഠിച്ചു ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എച്ച് ആണ്. എച്ച് ഇസ് ഈക്വൽ ടു I സ്ക്വയർ RT എന്നുള്ളതായിരുന്നു വർക്ക് ഡൺ ബൈ യൂണിറ്റ് ടൈം ബൈ ടി. സോ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I സ്ക്വയർ RT ബൈ ടൈം. I സ്ക്വയർ RT ബൈ ടൈം. പവർ എന്താണ്? വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. ഇവിടെ വർക്ക് ഡൺ എന്താണ്? I സ്ക്വയർ RT ബൈ യൂണിറ്റ് ടൈം ടി. അപ്പം ഈ ടിയും ടിയും ക്യാൻസൽ ആവുന്നു. P ഇസ് ഈക്വൽ ടു I സ്ക്വയർ R. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. പവർ ഇസ് ഈക്വൽ ടു I സ്ക്വയർ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഓംസ് ലോ വഴി നമുക്ക് എന്തറിയാം? V ഈക്വൽ ടു IR എന്നത് അറിയാം. സോ ഇതിൽ നിന്ന് നമ്മൾ ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. I ഇസ് ഈക്വൽ ടു V ബൈ R. I ഇസ് ഈക്വൽ ടു V ബൈ R. ഇനി I എന്താണെന്നുള്ളത് P ഇസ് ഈക്വൽ ടു I സ്ക്വയർ R എന്ന പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ P ഇസ് ഈക്വൽ ടു I എന്ന് പകരം V ബൈ R ദി ഹോൾ സ്ക്വയർ ഇൻറ്റു R. അതിനകത്ത് ആറും ഈ ആറും ഇവിടുന്ന് ഒരാറും ആറും കട്ട് ചെയ്യുന്നു. P ഇസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R എന്ന ഫൈനൽ ഇക്വേഷൻ. അപ്പം P ഇസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R, P ഇസ് ഈക്വൽ ടു I സ്ക്വയർ R. ഈ രണ്ട് ഇക്വേഷൻസും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എക്സാമിന് ഈ രണ്ട് ഇക്വേഷൻ്റെ ബേസിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇത് നോട്ട് ചെയ്യണം, ഇത് ശ്രദ്ധിക്കണം, പഠിക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. എന്താണ് പവർ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. എന്താണ് പവർ? പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. ഈ വർക്ക് ഡൺ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ വർക്ക് ഡൺ ഹീറ്റ് H ഇസ് ഈക്വൽ ടു I സ്ക്വയർ RT പഠിച്ചു. അപ്പം വർക്ക് ഡണ്ണിന് പകരം I സ്ക്വയർ RT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ അങ്ങനെ പവർ ഈക്വൽ ടു I സ്ക്വയർ R. ഇനി ചെറിയ ഓംസ് ലോ വഴിയുള്ള ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ P ഇസ് ഈക്വൽ ടു V സ്ക്വയർ R എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ രണ്ട് ഇക്വേഷനും നന്നായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ യൂണിറ്റ് ടൈം, വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം, ആൻഡ് പവർ ഇസ് ഈക്വൽ ടു I സ്ക്വയർ R. ഓൾസോ പവർ ഇസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വേരിയബിൾസ് അനുസരിച്ച് പവറിൻ്റെ ഇക്വേഷൻസ് മാറ്റി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ് പഠിച്ചത്. ഇത് നമുക്ക് മറ്റൊരു ഇഫക്റ്റ് പഠിക്കാം, ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ CFL ബൾബുകളും LED ബൾബുകളും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ സുപരിചിതമാണ് അല്ലേ? കുറച്ചു കാലം മുമ്പ് വരെ ഒരു മഞ്ഞ വെളിച്ചം വരുന്ന ഒരു ലൈറ്റ്, ഇങ്ങനത്തെ ബൾബുകളായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ബൾബുകളിനെയാണ്, ഇതുപോലുള്ളതിനെയാണ് ഇൻകാൻഡസെന്റ് ലാമ്പുകൾ എന്ന് പറയുന്നത്, ഇൻകാൻഡസെന്റ് ബൾബുകൾ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇൻകാൻഡസെന്റ് ലാമ്പ്? അപ്പം ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പ് പഠിക്കുന്നത്. എന്താണ് ഇൻകാൻഡസെന്റ് ലാമ്പ്, എന്താണ് LED ബൾബുകൾ എന്നുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇൻകാൻഡസെന്റ് ലാമ്പ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലെ എല്ലാം ഉള്ളിൽ മീൻസ് ഫിലമെന്റുകളൊക്കെ കാണാം, ലൈറ്റ് കത്തി നിൽക്കുന്ന ഫിലമെന്റ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പം ഈ ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഫിലമെന്റ് ഹീറ്റ് ചെല്ലുന്നു, കറണ്ട് പാസ് ചെയ്യുമ്പോൾ വൈറ്റ് ഹോട്ട് ആവും. അതേപോലെ അതിന് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള, ലൈറ്റ് തരാനുള്ള കപ്പാസിറ്റി കൂടിയുണ്ട്. അങ്ങനെ ഫിലമെന്റ് വെച്ച് യൂസ് ചെയ്യുന്ന ബൾബുകളെയാണ് ഇൻകാൻഡസെന്റ് ബൾബുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇൻകാൻഡസെന്റ് ലാമ്പ്? ഫിലമെന്റുകൾ ഉപയോഗിക്കുന്നു. കറണ്ട് ചെല്ലുമ്പോൾ ഈ ഫിലമെന്റ്
വൈറ്റ് ഹോട്ട് ആകുന്നു, അതേപോലെ അതിന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി ആ ഫിലമെന്റിന് ഉണ്ടാവും. അതാണ് ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ഫിലമെന്റുകൾക്കാണ് മെയിൻ റോൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഫിലമെന്റ് അടിച്ചു പോയി കഴിഞ്ഞാൽ ബൾബ് പോകും, ബൾബ് പിന്നെ നമുക്ക് കാണാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഈ ഫിലമെന്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ടങ്സ്റ്റൺ എന്ന ഒരു എലമെന്റ് കൊണ്ടാണ്. ടങ്സ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടങ്സ്റ്റൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഫിലമെന്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ടങ്സ്റ്റൺ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇൻകാൻഡസെന്റ് ലാമ്പ്? വൈറ്റ് ഹോട്ട് ആകും, അതേപോലെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ അതിന്റെ ഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ടങ്സ്റ്റൺ ഉപയോഗിച്ചിട്ടാണ്. ടങ്സ്റ്റൺ ഉപയോഗിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം മറ്റുള്ള മെറ്റൽ ഉപയോഗിക്കാതെ ടങ്സ്റ്റൺ ഉപയോഗിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പം എന്തുകൊണ്ടാണ് ടങ്സ്റ്റൺ ഉപയോഗിച്ചിരിക്കുന്നത്? ഒന്ന്, അതിന് ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട് ടങ്സ്റ്റണ്, അതേപോലെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഹൈ ഡക്റ്റിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റ് ഹോട്ട് ആവാനും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ടങ്സ്റ്റൺ ഉണ്ട്. അപ്പം ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്, പിന്നെ ഡക്റ്റിലിറ്റി. എന്താണ് ഈ ഡക്റ്റിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റലിനെ വലിച്ചു നീട്ടാനുള്ള അതിൻ്റെ കഴിവിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് ബൾബ് ഇൻകാൻഡസെന്റ് ലാമ്പില് അല്ലെങ്കിൽ ബൾബുകളിലെ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണ്? ടങ്സ്റ്റൺ. എന്തുകൊണ്ടാണ് ടങ്സ്റ്റനെ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? പ്രധാനമായും 4 പോയിന്റ് ആണ്. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഡക്റ്റിലിറ്റി, അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബിക്കം വൈറ്റ് ഹോട്ട് ആൻഡ് ഇറ്റ് ക്യാൻ ഗീവ് ലൈറ്റ്. ഇതുകൊണ്ടാണ് ടങ്സ്റ്റനെ നമ്മൾ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബൾബുകൾ നമുക്കറിയാം, ഇതിനകത്ത് ബൾബുകളുടെ ഇതിൽ ഓക്സിഡേഷൻ സംഭവിക്കും. മെറ്റലാണ് നമ്മൾ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ മെറ്റലുകൾക്ക് ഓക്സിജന്റെ പ്രസൻസിൽ അതിൽ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. അപ്പം അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്സിഡേഷൻ, അതിനാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ബൾബിനെ ഇവാക്വേറ്റ് ചെയ്യും. അതായത് ഒരു വാക്വം പോലെ അതിൻ്റെ അകത്ത് നമ്മൾ സൃഷ്ടിക്കും. ഇതാണ് ശൂന്യത നമ്മൾ ആ ബൾബിൻ്റെ അകത്ത് സൃഷ്ടിക്കുന്നത്. ഓക്സിജന്റെ പ്രസൻസ് അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കും. അതുപോലെ തന്നെ ഇത് ബൾബുകൾ ഹോട്ട് ആയിക്കൊണ്ട് നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഫിലമെന്റ് ഹോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ വേപ്പറൈസേഷൻ, ബാഷ്പീകരണം നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് പിന്നെ ബൾബിന്റെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് ഈ വേപ്പറൈസേഷൻ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ബൾബുകളിൽ ഇനേർട്ട് ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനേർട്ട് ഗ്യാസ് ആയിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത് എന്താണ്? നൈട്രജനെയാണ് നമ്മൾ ഇനേർട്ട് ഗ്യാസ് ആയിട്ട് ബൾബുകളിൽ യൂസ് ചെയ്യുന്നത്. സോ ഇനി ഈ ഇൻകാൻഡസെന്റ് ബൾബുകൾ ലൈറ്റൊക്കെ തരുന്നുണ്ട്, പക്ഷേങ്കിലും അതിനെ നമ്മളിപ്പം ഉപയോഗത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും? അപ്പം അതിനൊരു ഡിഫക്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പം എന്ത് ഡിഫക്റ്റ് കൊണ്ടായിരിക്കും അതിനെ ഒഴിവാക്കിയിരിക്കുന്നത്? അപ്പം എന്തായിരിക്കും മെയിൻ ആയിട്ടുള്ള ഡിഫക്റ്റ്? ഹൈ ഹീറ്റ് ലോസ് ആണ്. കൂടുതൽ പവർ അത് കൺസ്യൂം ചെയ്യുമെങ്കിലും കൂടുതൽ ഹീറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ലൈറ്റിന് നമുക്ക് അത്ര ലൈറ്റ് കിട്ടുന്നില്ല. മറ്റുള്ള ഇപ്പോഴത്തെ CFL ബൾബുകളെയും LED ബൾബുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ അത് പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു ലൈറ്റ് നമുക്ക് കിട്ടുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടാത്തത്? അവിടെ ഹീറ്റ് ലോസ് കൂടുതലായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇനി അതേപോലെ ഇവിടെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ബൾബുകളുടെ ഫിലമെന്റ് നമ്മൾ ടങ്സ്റ്റൺ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിക്രോമ അങ്ങനത്തെ ഒന്നും നമ്മൾ അവിടെ യൂസ് ചെയ്യാത്തത്? അപ്പം എന്തുകൊണ്ടാണ് നിക്രോം അവിടെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് നിക്രോം യൂസ് ചെയ്യാത്തത്? നിക്രോം ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു നിക്രോം വെച്ചിട്ട്. അപ്പം നിക്രോമിൽ എന്താ കറണ്ട് പാസ് ചെയ്തപ്പോൾ നമ്മൾ എന്താ അവിടെ ഒബ്സർവ് ചെയ്തത്? നിക്രോം റെഡ് ഹോട്ട് ആയിട്ട് മാറി എന്ന് മാത്രമാണ് നമ്മളവിടെ കണ്ടത്. അവിടെ റെഡ് ഹോട്ട് ആയപ്പോൾ അത് ലൈറ്റ് തന്നിരുന്നില്ല, നമുക്ക് റെഡ് ഹോട്ടായി അത് നിന്നു, അത്രയേ ഉള്ളൂ. അപ്പം നിക്രോം എന്തുകൊണ്ടാണ് ടങ്സ്റ്റന് പകരം അല്ലെങ്കിൽ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിക്രോമിന് റെഡ് ഹോട്ടായി അത് നിൽക്കത്തേ ഉള്ളൂ, അതിന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. പക്ഷെ നമ്മൾ ഇൻകാൻഡസെന്റ് ബൾബുകളിൽ ഉപയോഗിക്കുന്ന ഫിലമെന്റുകൾ വൈറ്റ് ഹോട്ട് ആവുകയും ചെയ്യും, ലൈറ്റ് തരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ നിക്രോമിനെ സംബന്ധിച്ചിടത്തോളം റെഡ് ഹോട്ട് ആയിട്ട് അതിങ്ങനെ ഹീറ്റായിട്ട് നിൽക്കത്തേ ഉള്ളൂ, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നില്ല. അപ്പം നമ്മൾ പഠിച്ചത് ഇൻകാൻഡസെന്റ് ലാമ്പുകളാണ്.
ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ ഫിലമെന്റ് വൈറ്റ് ഹോട്ട് ആവും, ലൈറ്റ് തരും ചെയ്യുന്ന ലാമ്പുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻകാൻഡസെന്റ് ലാമ്പുകൾ എന്ന് പറയുന്നത്. ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ ഫിലമെന്റ് ഉണ്ടാകും. ഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ ഡക്റ്റിലിറ്റി, അതുപോലെ തന്നെ വൈറ്റ് ഹോട്ട് ആവാനും ലൈറ്റ് തരാനുള്ള കപ്പാസിറ്റി ടങ്സ്റ്റൺ ഉണ്ട്. നിക്രോം യൂസ് ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? റെഡ് ഹോട്ട് ആയിട്ട് മാത്രം നിൽക്കുന്നു, അതിന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. ഇനി അതുപോലെ തന്നെ ഇത് നമ്മൾ ഓക്സിഡേഷൻ പ്രിവെന്റ്, എന്തിനാണ് ഇത് ഇവാക്വേറ്റ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിക്കാം. ബൾബ്, ഇൻകാൻഡസെന്റ് ബൾബ് എന്തിനാണ് നമ്മൾ ഇവാക്വേറ്റ് ചെയ്യുന്നത്? എന്തിനാണ്? ഓക്സിഡേഷൻ, അതായത് ഓക്സിജനുമായിട്ട് റിയാക്ഷൻ സംഭവിക്കുമ്പോൾ അതിൽ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കും, അന്നേരം അത് മെറ്റലിന് കേടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് സംഭവം നമ്മൾ ഇവാക്വേറ്റ് ചെയ്യുന്നത്, ബൾബിനെ ഇവാക്വേറ്റ് ചെയ്യുന്നത്. അതുപോലെ വരുന്നതാണ് മെറ്റലുകളിൽ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ, മെറ്റലുകളിൽ വേപ്പറൈസേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനേർട്ട് ഗ്യാസ് ഉപയോഗിക്കും. ഇനേർട്ട് ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് കെമിക്കലി ഇനാക്റ്റീവ് ആണ് ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത് സംഭവിക്കും, വേപ്പറൈസേഷൻ അവിടെ സംഭവിക്കുന്നില്ല. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇനേർട്ട് ഗ്യാസ് ബൾബുകളിൽ യൂസ് ചെയ്യുന്ന നൈട്രജൻ ആണ്. ഒരു ഡീമെറിറ്റ് ഉണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഹീറ്റ് ലോസ് ആണ്, ഹൈ പവർ കൺസംഷനും ആണ്. ഇത്രയുമാണ് ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ചാണ്. ഡിസ്ചാർജ് ലാമ്പ് എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ നമ്മുടെ നിത്യേന ഉപയോഗിക്കുന്ന CFL ബൾബുകളൊക്കെ ഡിസ്ചാർജ് ലാമ്പിന് എക്സാമ്പിളാണ്. ഫ്ലൂറസെന്റ് ലാമ്പൊക്കെ ഡിസ്ചാർജ് ലാമ്പിന് എക്സാമ്പിളാണ്. അപ്പം എങ്ങനെയാണ് ഈ ഡിസ്ചാർജ് ലാമ്പ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡിസ്ചാർജ് ലാമ്പുകൾ എങ്ങനെയാണ് നമുക്ക് കണ്ടറിയാം. രണ്ട് അറ്റത്തും രണ്ട് ഇലക്ട്രോഡ്സ് കണക്റ്റഡ് ആയിരിക്കും. ഒരു ഗ്ലാസ് ട്യൂബ് ആയിരിക്കും, അതിന് രണ്ടറ്റത്തും ഇലക്ട്രോഡ്സ് കണക്റ്റഡ് ആയിരിക്കും. ഇനി ഇതിൽ എങ്ങനെയാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എങ്ങനെയാ? ഈ ബൾബുകളുടെ ഉള്ളിൽ ഗ്യാസസ് ഉണ്ടാവും. ആ ഗ്യാസസിൽ ഇലക്ട്രിസിറ്റിയുടെ ഡിസ്ചാർജ് നടക്കുമ്പോഴാണ് അതിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ട് എൻഡിലും സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ള ഗ്യാസ് മോളിക്യൂൾസിന് എന്ത് സംഭവിക്കുന്നു? എക്സൈറ്റേഷൻ, കൂടുതൽ എനർജി കിട്ടുന്നു. രണ്ട് എൻഡുകളിലും ഹൈ പൊട്ടൻഷ്യൽ എനർജി പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഗ്യാസ് മോളിക്യൂൾസിന് കൂടുതൽ എനർജി കിട്ടുന്നു. അപ്പോൾ കൂടുതൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യും? നമുക്കറിയാം, കൂടുതൽ എനർജി കിട്ടുമ്പോൾ മോളിക്യൂൾസ് എല്ലാം എക്സൈറ്റഡ് ആകുന്നു. ഈ എക്സൈറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ മോളിക്യൂൾസ് എന്തായിരിക്കും? അത് സ്റ്റേബിൾ ആയിരിക്കില്ല. അതിന് അവിടെ എന്താ പറയുക, എപ്പോഴും മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ പൊസിഷൻ ലോ എനർജി സ്റ്റേറ്റിലാണ്. അപ്പോൾ എല്ലാ മോളിക്യൂൾസിനും എല്ലാ എലമെന്റിനും സ്റ്റേബിൾ ആയിട്ടിരിക്കാനാണ് എപ്പോഴും ആഗ്രഹം, അതായത് ലോ എനർജി ലെവലിൽ ഇരിക്കാനാണ് ആഗ്രഹം. അപ്പം നമ്മൾ ഒരു ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൻ്റെ സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന് എക്സ്ട്രാ എനർജി കിട്ടി. അപ്പോൾ എക്സ്ട്രാ എനർജി കിട്ടുമ്പോൾ അതെപ്പോഴും എന്ത് ചെയ്യും? മുകളിലേക്ക് എക്സൈറ്റ് ചെയ്ത് പോകും. മുകളിലേക്ക് എക്സൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മോളിക്യൂളിന് അല്ലെങ്കിൽ ഒരു എലമെന്റ്സിന് എപ്പോഴും എന്താണ് ടെൻഡൻസി? ലോ സ്റ്റേറ്റിൽ, സ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇരിക്കാൻ വേണ്ടി, ലോ എനർജി സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇരിക്കാനാണ് എല്ലാ എലമെന്റ്സിനും താല്പര്യം. അപ്പം എന്താണ്? അപ്പം നമ്മൾ മനുഷ്യരാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ? നമുക്ക് എപ്പോഴും സ്റ്റേബിൾ ആയിട്ടിരിക്കാനാണ്, ഭയങ്കര സെറ്റിൽഡ് ആയിട്ടിരിക്കാനാണ് എപ്പോഴും നമ്മുടെ താല്പര്യം. അതുപോലെ തന്നെയാണ് എലമെന്റ്സിനും, അവർക്ക് എക്സൈറ്റ് ചെയ്ത് ആ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇരിക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പം ഇനി എന്ത് ചെയ്യും? ഈ എക്സൈറ്റ്, ഇപ്പോൾ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരാൻ അവ എന്ത് ചെയ്യും? ഡി എക്സൈറ്റ് ചെയ്യും. അതായത് അവരുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അവർ എനർജീനെ റിലീസ് ചെയ്യും. ആ വന്നിരിക്കുന്ന എനർജീനെ അവർ റിലീസ് ചെയ്യും. അപ്പം എനർജീനെ റിലീസ് ചെയ്യുമ്പം എന്താ സംഭവിക്കുക? ആ എനർജിയാണ് ലൈറ്റ് എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ലൈറ്റ് എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ നൽകുന്ന ഈ ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഫറൻസിൻ്റെ എനർജി, അപ്പോൾ ഈ എനർജി ലെവലിലുള്ള ഡിഫറൻസ് അനുസരിച്ച്, റിലീസ് ചെയ്യുന്ന എനർജി ലെവലിലുള്ള ഡിഫറൻസ് അനുസരിച്ച് പല കളറുകളിലായിരിക്കും ഈ ലൈറ്റുകൾ നമുക്ക് കിട്ടുന്നത്. അപ്പം പല കളറുള്ള CFL ബൾബുകളൊക്കെ ഉണ്ടാവും. അപ്പം
അതിൻ്റെ ഇതനുസരിച്ചിട്ടാണ് ഡിഫറെൻറ്റ് കളറിലാണ് അത് വരുന്നത്. ഈ എനർജി ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ എനർജി ലെവലിൻ്റെ ഡിഫറൻസിനനുസരിച്ച് ഡിഫറെൻറ്റ് കളറുകളിൽ ലൈറ്റ് ബൾബുകൾ ലഭ്യമാണ്. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഇപ്പം ഇൻകാൻഡസൻ ബൾബുകളിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. അതിന് നികത്തിക്കൊണ്ടാണ് നമ്മൾ ഡിസ്ചാർജ് ലാമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എന്താണ് ഹീറ്റ് ലോസ്? മറ്റേ ഇൻകാൻഡസൻ ലാമ്പുകളുടെ പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹൈ ഹീറ്റ് ലോസ് ആണ്. അപ്പം ഇവിടെ ഹീറ്റ് ലോസ് കുറച്ചു. അതേപോലെ തന്നെ കുറച്ച് ഇലക്ട്രിസിറ്റി മതി വയ്ക്കും, മറ്റതിന് കൂടുതൽ ഇലക്ട്രിസിറ്റി വേണമായിരുന്നു. അപ്പം ഡിസ്ചാർജ് ലാമ്പുകൾക്ക് ലെസ് എനർജി കൺസംഷൻ ആണുള്ളത്. അതേപോലെ ബൾബുകൾക്കും കൂടുതൽ ലൈഫുണ്ട് അല്ലേ? നമുക്കറിയാം മറ്റേ പണ്ട് കുഞ്ഞു ബൾബുകൾ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇൻകാൻഡസൻ ബൾബുകൾ ഇടുന്നത് മിക്കവാറും അടിച്ചു പോകുമായിരുന്നു. അപ്പം അതിൽ നിന്ന് നമ്മൾ CFLലേക്ക് മാറിയപ്പം കൂടുതൽ ലൈഫ് സ്പാൻ, ബൾബുകളുടെ ലൈഫ് സ്പാൻ കൂടി. അപ്പം ഇതാണ് ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാസ് ട്യൂബ് ആയിരിക്കും. അതിൻ്റെ രണ്ടറ്റത്തും ഇലക്ട്രോഡ് ഫിറ്റഡ് ആയിരിക്കും. നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പം അതിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് കൂടുതൽ എനർജി ഗെയിൻ ചെയ്ത് എക്സൈറ്റ് ചെയ്യുന്നു. പക്ഷെ മോളിക്യൂൾസിന് എപ്പോഴും സ്റ്റേബിളായിട്ട് ലോ എനർജി സ്റ്റേറ്റിലിരിക്കുകയാണ് ഇഷ്ടം. അപ്പം അവ എക്സൈറ്റ് ചെയ്യുന്നു. ആ എക്സൈറ്റ് ചെയ്യുന്നത് അവർ എനർജി റിലീസ് ചെയ്യുന്നു. ആ എനർജിയാണ് ലൈറ്റിൻ്റെ ഫോമിൽ നമുക്ക് കിട്ടുന്നത്. ഇനി ആ ഡിഫറൻസിൻ്റെ എനർജി ലെവൽ അനുസരിച്ച് ലൈറ്റിന് പല കളറുകളും ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നോക്കി. അടുത്തതായിട്ട് LED ബൾബുകൾ. LED എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഫുൾ ഫോം ഓർത്തിരിക്കണം, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED-കളിൽ നമ്മൾ ഒത്തിരി LED ബൾബുകൾ കാണുന്നുണ്ട്. LED ബൾബുകളിൽ എന്തില്ല? ഫിലമെന്റ് ഇല്ല. അപ്പം LED ബൾബുകളിൽ അപ്പം എന്തായിരിക്കും അതിൻ്റെ ഗുണം? ഫിലമെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഫിലമെന്റ് ഉണ്ടെങ്കിൽ ഒത്തിരി എനർജി ഹീറ്റായിട്ട് ലോസ് ആയി പോകും. അപ്പം എനർജി ലോസ്, ഹീറ്റിൻ്റെ ഫോമിലുള്ള എനർജി ലോസ് LED ബൾബുകളിൽ ഇല്ല. ഇനി അതിനകത്ത് മെർക്കുറിയുടെ കണ്ടന്റുകളില്ല LED ബൾബിൽ. അതുകൊണ്ട് തന്നെ അത് എൻവയോൺമെന്റിന് ഹാംഫുൾ അല്ല LED. ഇനി പിന്നെ അതുകൂടാതെ ഇതൊന്നും കൂടാതെ തന്നെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് LED-ക്ക്. അതിനെ കൂടുതൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ഒക്കെ ആക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആക്കുന്ന കുറേ ഗുണങ്ങളുണ്ട് LED ബൾബുകൾക്ക്. അതിനകത്താണ് ഒന്ന്, സ്മോൾ എമൗണ്ട് ഓഫ് പവർ മതി. ചെറിയ പവറിൽ, ചെറിയ പവർ കൺസംഷനിൽ നല്ല ലൈറ്റ് വരുന്നുണ്ട്. അതേപോലെ നല്ല എഫിഷ്യൻസിയാണ്, കൂടുതൽ ബ്രൈറ്റ്നെസ് ഉണ്ട്, ലൈഫ് സ്പാൻ കൂടുതലാണ്, ഹൈ ലോഞ്ചിവിറ്റി ആണ്, ആൻഡ് ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നതും വളരെ ലെസ്സാണ്. ഇപ്പം നമ്മൾ ഇൻകാൻഡസൻ ബൾബുകൾ വന്നു, അതിന് കുറച്ച് ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. ആ ഡിഫക്റ്റുകളൊക്കെ നികത്തിക്കൊണ്ട് അതിനുശേഷം വരുന്ന ഡിസ്ചാർജ് ലാമ്പുകൾ വന്നു. ഡിസ്ചാർജ് ലാമ്പുകൾക്കും ചെറിയ ഡിഫക്റ്റുകൾ ഉണ്ടായിരുന്നു. അതിനെ നികത്തിക്കൊണ്ടിപ്പോൾ LED ബൾബുകളിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ LED ബൾബുകൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. എനർജി ലോസ് കുറവാണ്, കാരണം ഹീറ്റ് എനർജിയുടെ ലോസ് ഇല്ല, ഫിലമെന്റ് ഇല്ലാത്തത് കൊണ്ട്. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ എന്താണ് കാരണം? അതിനകത്ത് മെർക്കുറിയുടെ കണ്ടന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ LED ബൾബുകൾ കൂടുതൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. യൂസർ ഫ്രണ്ട്ലി ആവാൻ കാരണം എന്താണ്? കുറച്ച് എമൗണ്ട് ഓഫ് പവർ മതി, അതേപോലെ തന്നെ എഫിഷ്യൻസി കൂടുതലാണ്, ലൈഫ് സ്പാൻ കൂടുതലാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും വളരെ കുറവാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ, ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്റർ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓരോ പോർഷൻസ് പഠിക്കുമ്പോൾ ടെക്സ്റ്റിൽ തന്നെ കുറച്ചിങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതേ പോർഷൻസ് വായിക്കുകയും അതിൻ്റെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ചാപ്റ്ററിൻ്റെ അവസാനം അസസ്മെൻ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്, അതെല്ലാം ട്രൈ ചെയ്യണം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സംഘടിപ്പിക്കുക, അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇപ്പോൾ ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ രസകരമാവുന്ന എപ്പോഴാണ്? കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചെയ്ത്, കൺസെപ്റ്റുകൾ കുറച്ചേ ഉള്ളൂ, പക്ഷെ നമ്മൾ കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കുറച്ചുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിലേക്ക് പഠിക്കുക. അപ്പം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല, നമുക്ക് എളുപ്പം തന്നെ എക്സാമിന് സ്കോർ ചെയ്യാം. എക്സാമിനും കൂടുതൽ ഈ എക്സ്പെരിമെൻ്റ് റിലേറ്റഡ് ആയിട്ട് ടെക്സ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു ഇത് പഠിക്കേണ്ട, ഒരു സെൻറ്റൻസ് കാണാതെ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല.
കൺസെപ്റ്റ് മനസ്സിലാക്കുക. എക്സ്പെരിമെൻറ്റ് പോലത്തെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെൻറ്റുകൾ കൂടുതൽ നന്നായിട്ട് നോക്കുക. അതിനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, പിന്നെ ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. അപ്പം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പം ചെറിയ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും രീതിയിൽ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.